എനിക്ക് ഒരുപാട് മനുഷ്യർ എൻ്റെ ചുറ്റിലുണ്ട്, അത് ആരോരും ഇല്ലാത്ത മനുഷ്യരാണ്, അവർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യർ എന്നെ മനസ്സിലാക്കുന്നു. ആദില നസറിൻ വാസസ് കമ്മീഷണർ ഓഫ് പോലീസ് ഹേബിയസ് കോർപ്പസ് വഴി ഹൈക്കോടതിയിൽ സ്വന്തം പാർട്ട്ണറുടെ കൂടെ ജീവിക്കാൻ റൈറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി അവർക്ക് സാങ്ഷൻ കൊടുത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത്. സെയിം സെക്സ് മാരേജ് ആക്ട് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ റെപ്രസെന്റേഷൻ പോയിട്ടുള്ള 2 പെൺകുട്ടികൾ ഇവരാണ്. അപ്പോൾ മൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു, പക്ഷെ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒറ്റപ്പെട്ട് നിന്ന് വന്ന എനിക്ക് എന്നെ പോലെ ജീവിക്കുന്ന മനുഷ്യരോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം എന്ന് പറയുന്നത്. ഭയങ്കര പീഡനമാണ് കേട്ടോ. എൻ്റെ നേർക്ക് വരുന്ന അസഭ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാനും അതേ ഭാഷ ഉപയോഗിച്ച് തന്നെയായിരിക്കും തീർക്കുക. എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുന്നത് സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ നമുക്കേറെ സുപരിചിതമായിട്ടുള്ള മുഖമാണ്. മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിലൂടെ മലയാളികൾക്കേറെ സുപരിചിതയായിട്ടുള്ള താരമാണ് ഏറെ പ്രിയപ്പെട്ട ദിയാസന. താങ്ക് യു സോ മച്ച്. സ്വാഗതം ദിയാസന. താങ്ക് യു സോ മച്ച്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറേ വർഷമായിട്ട് നമുക്ക് നസീഫിനെ എനിക്കും അറിയാം, പരസ്പരം ഭയങ്കര നല്ല സുഹൃത്തുക്കളും കൂടിയാണ് പേഴ്സണലി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. എന്നെ ഇങ്ങനെ സത്താർക്ക് വിളിക്കുമ്പോൾ നസീഫാണ് ഇന്റർവ്യൂവർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും സ്വാഭാവികം. നസീഫ് ഇരിക്കണമെന്ന് കണ്ടപ്പോഴത്തേക്കും ഹീസ് മൈ ഫ്രണ്ട്. സോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് എനിക്ക് കുറച്ചുകൂടെ മധുരമുണ്ട്. എന്തായാലും നമുക്ക് സീരിയസ് ആയിട്ടും സന്തോഷം. സനയ്ക്ക് ഇങ്ങനെ ഞാൻ പൊതുവേ ഇങ്ങനെ അല്ല അധികം ആരെയും പൊക്കി പറഞ്ഞ് കേട്ടിട്ടില്ല, ഒഫീഷ്യലി ഇരിക്കുന്നതാണ്. സാധാരണ ഇവൻ അങ്ങനെ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രൊഫഷണലി നസീഫ് ഭയങ്കര നല്ലൊരു ആങ്കറാണ്. നസീഫ് ഞാൻ ഇതിനു മുമ്പും ഇപ്പൊ മനോരമയിലൊക്കെ ചെയ്യുന്ന സമയത്തായാലും സ്റ്റേജ് ഷോകളിലായാലും എത്ര ലോങ് ഇയർ ബാക്ക് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടിട്ട് അത് പൊക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല, വെളിയിൽ പറഞ്ഞിട്ടില്ല നിന്റെ അടുത്ത്. പക്ഷെ ഒരു ആങ്കർ എന്ന നിലയിൽ നിന്റെ നിന്റെ പ്രൊഫഷനോട് നീ കൊടുക്കുന്ന ഒരു നീതി അത് കൃത്യമായിട്ട് നീ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. സോ കേട്ടിട്ടും മതിയാവണില്ല. സന്തോഷം. സന വന്നിരിക്കുമ്പോഴും ഒബ്വിയസ്ലി നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ അറിയുമ്പോൾ തുറന്ന് സംസാരിക്കാമല്ലോ കാര്യങ്ങളെല്ലാം. പിന്നെ ഇടിയുള്ളൂ എന്നുള്ള പേടി വേണ്ട. നോക്കണ്ട, അതെനിക്കറിയാലോ. ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സീരിയസ് ആയിട്ടും സനേനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. ഒരുപാട് ഞങ്ങൾ തമ്മിൽ യോജിപ്പില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ഞാൻ കുറച്ചൊന്ന് ഒഫീഷ്യൽ ആയിക്കോട്ടെ. ഇതിനപ്പുറത്തേക്ക് ദിയാസന എന്ന് പറയുന്ന വ്യക്തിനെ ഒരു പൊതുസമൂഹത്തിനിടയിൽ, അതായത് ഭൂരിഭാഗം ആളുകൾക്കിടയിലും ദിയാസന എന്നുള്ള വ്യക്തി ഒരു പ്രശ്നക്കാരി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തല്ലുണ്ടാക്കുന്നവൾ, അല്ലെങ്കിൽ ഒരാളെ 4 തെറി പറയുന്നവൾ. അതില് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ തെറി പറയാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള അവകാശം, കുത്തകാവകാശം പുരുഷന്മാർക്കാണ് എന്ന് ഇപ്പോഴും വലിയ മാറ്റം വരാത്തൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലും ദിയയുടെ പ്രതികരിക്കുന്ന രീതി കൊണ്ടും എല്ലാം സാധാരണ ആളുകളുടെ മനസ്സിൽ ദിയാസന എന്ന വ്യക്തിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അത് സന ആക്സെപ്റ്റ് ചെയ്യണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ആയിട്ട് എന്താ പറയാനുള്ളത്? ഏറ്റവും ആദ്യം അല്ല, എനിക്ക് മനുഷ്യരെ ബോധിപ്പിച്ച് ജീവിക്കൽ ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. ഒന്ന് എൻ്റെ ഫാമിലി ആയാലും എൻ്റെ കുടുംബത്തിനായാലും പണ്ട് മുതലേ ഇപ്പോൾ ഒരു 10-14 വർഷമായിട്ട് കുടുംബത്തിൻ്റെ അണ്ടറിൽ നിന്ന് മാറി എൻ്റെ വീട്, എൻ്റെ ഉമ്മ, സിസ്റ്റേഴ്സ്, എൻ്റെ മക്കൾ, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അന്ന് മുതലേ എൻ്റെ കുടുംബക്കാരെ ബോധിപ്പിക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ സമൂഹത്തെ ബോധിപ്പിക്കുക എന്നുള്ളത് അതും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നാട്ടുകാർ കുറേ ആളുകളൊക്കെ ഇപ്പം മാറിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അറിയാം, എൻ്റെ സിറ്റുവേഷൻ അറിയാം, ഞാൻ ജീവിതത്തിൽ വന്ന സാഹചര്യങ്ങൾ, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് സിസ്റ്റേഴ്സിനായാലും കുറേ ആളുകളൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതു ഇടത്ത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ആക്ഷൻസ്, എൻ്റെ റിയാക്ഷൻസ്, എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ സംസാര രീതി, എൻ്റെ എന്താ പറയുക, എൻ്റെ ഫുൾ ഓഫ് എൻ്റേതായിട്ടുള്ള പാക്കേജുകൾ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കണം. മേ ബി അതെന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാനൊരു സ്ത്രീ,
ഒരു പെണ്ണായതുകൊണ്ടിട്ട്. എൻ്റെ മാസീവായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്ത് തന്നെ ആയാലും ഞാനൊരു പുരുഷനായി നിന്നുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അപ്രീസിയേഷനും കൈയ്യടിയും കിട്ടിയത് ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയേനെ. കാരണം അങ്ങനെ ആരെയും നോക്കാതെ ഒരു കൂസലില്ലാതെ പ്രതികരിക്കുന്ന പുരുഷന്മാർക്ക് ഇവിടെ സ്വീകാര്യതയും കിട്ടിയിട്ടുണ്ട്, അവർക്ക് കയ്യടികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു പെണ്ണ് പെട്ടെന്ന് ഇങ്ങനെ വരുന്നു, ജീവിതത്തിലേക്ക് കുറേ സഫർ ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവും. അതായത് ഓപ്പോസിറ്റ് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്ത് ഞാൻ പ്രതികരിക്കുന്ന രീതികൾ, ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആളുകൾക്കത് ബുദ്ധിമുട്ടും അവരെനിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ ഞാൻ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ ലൈഫ് എന്നെ കൊണ്ടൊന്ന് എത്തിച്ച ഇടം, ഇവിടെ വരെ ഞാൻ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ അധികം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്തും സമൂഹത്തിൽ നിന്നും ഒക്കെ അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ ഭാഗമായി തന്നെയാണ് എൻ്റെ ജീവിതം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ ജീവിച്ച് വന്നതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം ഇന്ന് എനിക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ നസീഫിനോട് സംസാരിക്കുന്നു, എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടായി, ഞാൻ എൻ്റെ ജീവിതം നോക്കുന്നു, എൻ്റെ ലൈഫ് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഞാൻ ആ ഒരു കണ്ടീഷനിങ് സ്പേസിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്കിന്നിവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഞാൻ വന്ന ഇടത്ത് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ സമയത്ത് സന എന്തായാലും സനയുടെ മുഖത്തുനിന്ന് അറിയാം ഇപ്പൊ മനസ്സിലുള്ളത് പ്രസന്റ് അല്ല പാസ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ബോധിപ്പിക്കലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബോധിപ്പിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, അത് അറിയണമല്ലോ. കാരണം നമ്മളിപ്പോ പുറമേ കാണുന്ന, എനിക്ക് സനേനെ അറിയാവുന്നതിന്റെ പേരിലാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. സന എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് നല്ല രീതിയിൽ ഒരു ബോധ്യമുള്ളതിന്റെ പേരിലാണ് ഞാൻ ഈ ചോദിച്ചത്. ഈ ബന്ധങ്ങളും നസീഫിനെ പോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധങ്ങളും ആയിട്ടുള്ള ആളുകൾക്കും ഞാൻ സഹായിക്കുന്ന മനുഷ്യർക്കും എന്നെ തിരിച്ചറിയുന്ന മനുഷ്യർക്ക് എന്നെ വളരെ കൃത്യമായിട്ട് അറിയാം. അവരുടെയൊക്കെ ഇടയിൽ ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര കോമഡി ആയിട്ടുള്ള, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരാളാണ്. പ്രൊഫഷണലി പോലും ഇപ്പൊ വന്നിരുന്ന് നസീഫിനോട് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ഇടയിൽ ഉണ്ടായിട്ടേ ഇല്ല. നമ്മളൊരു ഒഫീഷ്യൽ ടോക്കിംഗ് പോലെയാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സുഹൃത്ത് ബന്ധം അങ്ങനെയാണ് അല്ലേ, അതറിയാലോ. അപ്പം ഞാൻ പലപ്പോഴും വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത് എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ സന പ്രതികരിക്കുന്ന ഇടങ്ങള്, ആ ഇടങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ചൂഷണങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തില് ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ LGBTQ, ട്രാൻസ്ജെൻഡർ, അങ്ങനെ സമൂഹത്തിൽ അധികം ചേർത്ത് നിർത്തപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സന അധികവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണുന്നത്. അതിപ്പോ ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും നേരിട്ടായാലും ബസ്സിൽ ഇടി ഉണ്ടാക്കുന്നതായാലും റോട്ടിൽ ഇടി ഉണ്ടാക്കുന്ന ഭയങ്കര പീഡനമാണ് കേട്ടോ. നീ ചിരിച്ചോണ്ട് സംസാരിക്കുന്ന വിഷയം അല്ല, അതെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിലാണ് സന പ്രതികരിച്ച് കാണുന്നത്. ആ പ്രതികരണത്തിന്റെ ശക്തി കൂടുതലും ഭാഷ ഒരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കേൾക്കുമ്പോഴും കൊണ്ടായിരിക്കണം ആളുകളുടെ മനസ്സിൽ സനക്കൊരു നെഗറ്റീവ് ഇമേജ് വരാൻ കാരണം. 10ാം ക്ലാസ്സും കുസ്തിയും മാത്രമുള്ള ഒരാളാണ് ഞാൻ ചോദിക്കാൻ വന്നത് അല്ല. അതുകൊണ്ട് തന്നെ എന്റെ ഭാഷയിലും എന്റെ ലാംഗ്വേജിലും എന്റെ ഭാഷയിലും എന്റെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ഞാൻ പഠിച്ചതും ഞാൻ വളർന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊരു എൻ്റെ ലുക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിച്ച് എനിക്ക് കുറച്ച് തന്മയത്തോടെ ഒന്നും അവതരിപ്പിക്കാൻ അപ്പൊ നമ്മളെ നോക്കി കാണുന്ന ഇപ്പോ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ പ്രതികരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നോക്കി കാണുന്ന, ഇപ്പോ ഒബ്വിയസ്ലി ഒരുപാട് പേര് നോക്കി കാണുന്ന ഒരാളാണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ള നിലയിൽ നമ്മളുടെ രീതി കുട്ടികൾ കാണുമ്പോൾ അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യൂലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ മകനെ പറ്റിയിട്ടാണ് ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നാളെ വളർന്ന് വലുതായി വരുന്ന മകൻ ഞാൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റികൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവന് സംഭവിക്കുമോ എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്ന ആദ്യത്തെ ഭയം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഓപ്പോസിറ്റ് വരുന്ന റിയാക്ഷൻസ് ചിലപ്പം ഞാൻ എൻ്റെ ഡിഫെൻഡിങ് ആയിട്ട്, അതായത് എന്നെ സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അടിയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ കൈ കൊണ്ട് തടുത്ത് തന്നെ ആയിരിക്കും നിർത്തുന്നുണ്ടാവുക. എൻ്റെ
എൻ്റെ നേർക്ക് വരുന്ന അസഭ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാനും അതേ ഭാഷ ഉപയോഗിച്ച് തന്നെയായിരിക്കും തീർക്കുക. ഇത് എനിക്ക് സ്വമേധയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റിലും നിൽക്കുന്ന മനുഷ്യരെയും എന്നെയും സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത്തരത്തിലുള്ള രീതികൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇവിടെ പുരുഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് മാസും, ഒരു സ്ത്രീ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട ഒരു രീതിയിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ലൈഫ് എപ്പോഴും ഞാൻ ഡിഫെൻഡ് ചെയ്ത് പോരാടി ഞാൻ ഇവിടെ അവരെ നിൽക്കുന്നു. ഇന്നിരിക്കുന്നതും ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഞാൻ സർവൈവിങ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് ഓരോ ദിവസവും തള്ളി നീക്കി മുന്നോട്ട് പോകാൻ. അത് സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, നമ്മളെ ഈ സമൂഹത്തിൽ മനുഷ്യർ നമ്മൾ ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥകളായിക്കോട്ടെ, ഇതിനൊക്കെ തരണം ചെയ്താണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. വെറുതെ നമ്മളെ കുറ്റപ്പെടുത്തുക, പ്രശ്നം ഉണ്ടാക്കുക, ഇത് നടന്നുകൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങൾ പ്രൊഫഷനെ ബാധിക്കാറുണ്ട്. ഇപ്പൊ സന നല്ലൊരു അവതാരകയാണ്, ഉറപ്പായിട്ടും. അപ്പോ ഈ പ്രോഗ്രാംസിന്റെ കേസിലൊക്കെ ബാധിക്കാറുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ മെയിൻ ആയിട്ട് പ്രൊഫഷൻ ഏത് ഇതിലാണ് മുന്നോട്ട് പോകുന്നത്? അതായത് ഇപ്പം കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് തെലുങ്ക്, കന്നഡ, തമിഴ് സിനിമകളുടെയൊക്കെ റീഡബില്ലേ, അത് ചെറുതായിട്ട് ചെയ്യലുണ്ട്. പിന്നെ ഇവന്റ്സ് എന്ന് പറയും. ഇവന്റ്സ് എന്താണ് അറിയാമല്ലോ, ചെറിയ ചെറിയ സ്റ്റേജ് ഷോസുകളൊക്കെ എടുത്ത് കൊടുക്കും, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കമ്മീഷൻസ്. ഇത് എൻ്റെ ബേസിക്കായിട്ട് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് കോർഡിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ബൗൺസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ 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 പരിപാടികൾ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ജോലിയും ചെയ്യും, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും കോർഡിനേഷൻ ആണ് കൂടുതലും. ചെറിയ വരുമാനം കുറച്ച് കൂടുതലായിട്ട് വരുന്നത് കോർഡിനേഷൻ, പ്രോഗ്രാം കോർഡിനേഷൻ. പല പല പ്രോഗ്രാംസ് ഇപ്പൊ ചാനൽസിന്, യൂട്യൂബേഴ്സിന്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലാതെ ചാനൽസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വലിയ വലിയ ചാനൽസ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ചാനൽസിന് വേണ്ടിയിട്ടാണെങ്കിലും കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ബാക്ക് സ്കോറിലാണ് പണികൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അറിയില്ല ഞാൻ എന്ത് ജോലി അധികം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആളുകൾ കാണുന്നത് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഇതിലേക്ക് വരാനുള്ള കാരണം സന കുറച്ച് ഇമോഷണൽ ആവുന്നോന്ന് തോന്നിയതുകൊണ്ടാണ്. അല്ലല്ല, അതിന് പ്രശ്നമില്ല. ഈ പ്രൊഫഷനെയും ആളുകൾ ചോദിക്കില്ല. ഞാൻ കൂടുതൽ ഇന്റർവ്യൂസ് കണ്ടിരിക്കുന്നതെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടന്റിന് വേണ്ടിയിട്ട് പ്രകോപിപ്പിക്കുക. നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യനില് അങ്ങനത്തെ ഒരു ഉദ്ദേശവും ഇല്ല. സന എന്താണോ അല്ലെങ്കിൽ സനയുടെ ജീവിതം എന്താണോ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് ആളുകൾ കണ്ടിരിക്കുന്നത് വെച്ചിട്ടാണ് എന്നെ ഇന്റർവ്യൂ പോലും ചെയ്യുന്നത്. എന്നെ ആളുകൾ കണ്ടിരിക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഇന്റർവ്യൂ പോലും ചെയ്തിരിക്കുന്നത്. ഈ ആളുകൾ കണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. സന നേരത്തെ പറഞ്ഞ പോലെ ഇടപെടുന്ന ഇടങ്ങള് അത്തരത്തിലുള്ള ഇടങ്ങളാണ്. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് സനേനെ കൊണ്ട് എത്തിച്ചത് എന്താണ്? ഈ ഇങ്ങനെ ആയാൽ പോരാ, നമ്മൾ പ്രതികരിക്കണം, ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചാൽ പോരാ, ബാക്കിയുള്ള സ്ത്രീകളും പ്രതികരിക്കണം. നമുക്ക് വരുന്ന ഇതിന് നമ്മൾ തന്നെ പ്രതികരിക്കണം. അങ്ങനെ ആളുകളെ അതിലേക്ക് പ്രതികരിപ്പിക്കാനുള്ളൊരു ഊർജം നമ്മൾ കൊടുക്കണം. ആ രീതിയിൽ സന പറയുന്ന ആളാണ്. അപ്പൊ ഇതിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സന വന്നിട്ട് എത്ര കാലമായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ? എന്റെ ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ അതിലേക്ക് കണക്റ്റഡായി വന്നത് തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഭയങ്കരമായ പീഡനങ്ങളുണ്ട്. എൻ്റെ വിവാഹമായിക്കോട്ടെ, അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അത് പറയാൻ നമ്മൾ ചെറിയ പ്രായത്തിലെ വിവാഹം കഴിപ്പിച്ചു വീട്ടുകാർ. അവിടെ നിന്ന് നമ്മളിങ്ങനെ വരികയാണ്, ജീവിതത്തിലോട്ട് കടന്നു വരുന്ന സമയത്ത് നമുക്ക് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന അബ്യൂസിങ് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതികരിക്കാതെ ഇരുന്നാൽ എന്നെ നശിപ്പിച്ച് കളയും എന്ന തോന്നലിൽ നിന്ന് എനിക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ. എൻ്റെ ലൈഫിനെ സംരക്ഷിക്കണമെങ്കിൽ, എൻ്റെ മോനെ സംരക്ഷിക്കണമെങ്കിൽ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമെങ്കിൽ ഞാൻ ഞാൻ മുന്നോട്ട് കയറി വന്നേ പറ്റുള്ളൂ എന്നുള്ള എടുത്ത് നിന്ന് തന്നെയാണ് ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ പോലെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, എൻ്റെ ചുറ്റിലുമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ആശ്രയമാണ് ശരിക്കും. അവരൊക്കെ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ സമൂഹത്തിൽ ഭാര്യ വിവാഹശേഷം ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ
അങ്ങനെ ഒരു ടെൻഡൻസി ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൂടുതൽ ന്യൂസസിലെല്ലാം കാണുന്നുണ്ട്. കൂടുതലും സ്ത്രീകളുടെ ഭാഗത്ത് തന്നെയാണുള്ളത്, പുരുഷന്മാരുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളതല്ല. എന്നാലും മോസ്റ്റ് ഓഫ് ഓൾ സ്ത്രീകൾക്കിടയിലാണ് കൂടുതൽ അങ്ങനെ വിവാഹശേഷം ഭർത്തൃ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങൾ, കാര്യങ്ങൾ. ഇതിനു മുൻപ് ന്യൂസസ് ഇത്രയും എത്താത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ കാണിക്കാനും കാണാനുള്ള വാർത്താവിനിമയ കാര്യങ്ങൾ കൂടുതലായത് കൊണ്ടാണോ എന്നറിയില്ല, കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സനേനെ പോലുള്ള സ്ത്രീകൾ സമൂഹത്തിൽ ഉയർന്നു വരണം എന്നുള്ളത് തന്നെയാണ്. പ്രതികരിക്കണം, അത് നല്ല കാര്യം തന്നെ. പ്രതികരണ ശേഷി വേണം, പ്രതികരിക്കണം, എല്ലാം നല്ല തന്നെ. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ സനയുടെ ഇത് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച്, പിന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഒക്കെ ആയിട്ട് കേന്ദ്രീകരിച്ചല്ലോ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് കുറച്ചൊരു ഇത് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ എന്തായത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളുടെ ഇടയിൽ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം, നമ്മളൊക്കെ അവരെ ഭയങ്കര ബഹുമാനിക്കുക, എതിർപ്പ് പറയല്ല, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. പക്ഷെ അധിക കാലങ്ങളായിട്ടില്ല ഇവരെ അധികമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഓർമ്മയിലൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ കൂടുതൽ ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു സനേനെ പോലുള്ള ആളുകൾക്ക് അവർക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിളായി വെളിയിലേക്ക് അധികം ആളുകൾ കണ്ടു തുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്ത് തന്നെയാണ്. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ ട്രാൻസ്ജെൻഡർ പോളിസി ആക്റ്റീവ് ആവുകയും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അത് വന്നത്. ഇവർക്ക് ധൈര്യമായിട്ട് വരാനും ID കാർഡ്, ട്രാൻസ്ജെൻഡർ ID കാർഡും മറ്റുമൊക്കെ കിട്ടിത്തുടങ്ങി. അവരുടെ അവകാശങ്ങൾ അവർ തന്നെ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത് തുടങ്ങി. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ അധികം സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട്. അവരുടെ സമരങ്ങൾക്കൊപ്പം ഞാൻ നിന്നു എന്നതിലപ്പുറത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ആളുകൾ എല്ലാവരും പറയും ഇങ്ങനെ ദിയൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. യെസ്, നമ്മൾ ചെയ്തു കൊടുത്തതോ നമ്മൾ ചെയ്തതോ വിളിച്ച് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ആരുടെ ഇപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇന്നും പറയുന്ന ഒരു സാധനം വെച്ചാൽ എനിക്ക് കുറേ അധികം സുഹൃത്തുക്കളുണ്ട്. അവർ മനുഷ്യരാണ്, അവർ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം ഞാനെന്ന് പറയുന്ന ഒരാൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് സ്വയം മനസ്സിലായിട്ട് ഞാൻ അവരുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി മനുഷ്യരാണ്, ഈ പറഞ്ഞില്ല ഞാൻ, ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആരുമില്ലാത്ത മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഉദ്ദേശം. കാരണം ഞാൻ ആരുമില്ലാതെ എന്റെ ജീവിതം സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ്. അതുകൊണ്ട് കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒറ്റപ്പെട്ട് നിന്ന് വന്ന എനിക്ക് എന്നെ പോലെ ജീവിക്കുന്ന മനുഷ്യരോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും അവരിപ്പോൾ ട്രാൻസ്ജെൻഡർ, എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ തന്നെ അവരൊക്കെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അവർക്ക് ഒരൊറ്റ സംഘടനയാണോ, അല്ലെങ്കിൽ കുറെ സംഘടനകളുണ്ട്? LGBT, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് പീപ്പിൾസ്, ബൈ ബൈനറീസിലൊക്കെ പല പല ബൈനറികളിൽ ഒരുപാട് മനുഷ്യർ, വലിയ വലിയ വ്യത്യസ്തതകളുണ്ട് സമൂഹത്തിൽ. ഇപ്പൊ അങ്ങനെ വേർതിരിവ് ഇപ്പൊ ഇല്ല. അതിനിപ്പോ സന തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴത്തെ ബിഗ് ബോസ് ആയാലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളെയും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെയാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഇതായിട്ട് ഓപ്പൺ തിങ്കിങ് ഉള്ളവരുടെ ഇടയിൽ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ പറയാനേ പറ്റുള്ളൂ നസീഫ, ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് സമൂഹത്തിൽ ഇന്നും ഉള്ളത്. ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ അടുത്ത് ഈ ന്യൂസുകളിലൊക്കെ എവിടെയാണ് കൊല്ലം ആ ഭാഗത്ത് എന്തോ ന്യൂസസിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ നമ്മളുടെ സമൂഹത്തിൽ. അത് ശരിക്കും ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ട്. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ചെറിയ മൈനോറിറ്റി വിഭാഗമായതുകൊണ്ടിട്ട് അവരിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെ മാത്രം എടുത്തു വെച്ചിട്ട് അവർ വലിയ പ്രശ്നമുള്ളവരാക്കി മാറ്റും. ഞാൻ പറയട്ടെ, സ്വന്തം തലയിൽ പുണ്ണുള്ളവനെ മറ്റുള്ളവനെ ഇതാക്കൂല. അവനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കുടുംബത്തിൽ പറഞ്ഞ മാതിരിയാ. എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ കുടുംബത്തിനെ കുറ്റം പറയുന്നു എന്നുള്ളതല്ല കേട്ടോ പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഞാനെന്ന് അവർ പറയും. ഇന്ന് അവരുടെ പേഴ്സണൽ ലൈഫിനകത്ത് പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ മറയ്ക്കാനും എന്നേ പറയുള്ളൂ. ഞാനത് ചോദിച്ചെന്നുള്ളൂ. എനിക്ക് അറിയാം, എനിക്കും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾക്കും അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ ലൈഫ് സ്റ്റൈലും അവര് പൊരുതി ജീവിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ പൊരുതി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവർക്കിടയിലുള്ള തീരട്ടെ. നമുക്കിനി കുറച്ച് സന്തോഷത്തിലേക്ക് കിടന്നാലോ? ശരി. അപ്പൊ ഇനി ഹാപ്പി മൂഡ്.
മൂട്. അപ്പൊ മൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാട്ട് നല്ല പാട് പാട്ടൊന്നും വരൂലേ ഇപ്പൊ? പാട്ട് മൂഡ് എന്താ പാട്ട് മൂഡ്. താങ്ക് യു സോ മച്ച്. അല്ല, ഞാൻ നേരത്തെ മൈൻഡിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാന്ന് വിചാരിച്ച ഒരു പാട്ടൊക്കെ ആകുമ്പോ ഒന്ന് ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ബിഗ് ബോസിലേക്ക് പോയാലോ നമുക്കൊന്ന്? ബിഗ് ബോസ് തുടങ്ങുന്നത്, അല്ല ഐ മീൻ മലയാളത്തില് ബിഗ് ബോസ് തുടങ്ങുന്നത് നിങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോ ബിഗ് ബോസ് സീസൺ 1 മത്സരാർത്ഥി എന്നുള്ള നിലയില് ഇപ്പോഴത്തെ സീസൺ 7 7 പണിനെ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെ വിലയിരുത്തും ബിഗ് ബോസ് സീസൺ 7? കണ്ടസ്റ്റൻസ്, അതിനുള്ളിലെ കണ്ടസ്റ്റൻസ് വൈസും അവരുടെ ഗെയിംസ് വൈസും ടോട്ടലി സീസൺ 1 മത്സരാർത്ഥി എന്നുള്ള നിലയിൽ സീസൺ 7 വിലയിരുത്തുമ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു? ഭയങ്കര വലിയ ക്വാളിറ്റി ഉള്ള ഒരാളെന്നല്ല പറയുന്നത്. ഞാൻ എന്നെ അനലൈസ് ചെയ്യുന്നത് ആ രീതിയിൽ ആളുകൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. പക്ഷേ സീസൺ 1 കണ്ടസ്റ്റൻസിനെ വെച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ 4 കണ്ടസ്റ്റൻസിനെയും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മളുടെ കണ്ടസ്റ്റൻസും നമ്മളുടെ ഷോയും തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. സീസൺ 1 ഞാൻ ചെയ്ത ഇതായത് കൊണ്ടിട്ട്, സീസൺ ആയതുകൊണ്ട് തന്നെ. സീസൺ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സീസൺ 4 ആണ്. കുറച്ച് ക്വാളിറ്റി ഓഫ് കണ്ടസ്റ്റന്റും, അത് റിയാസ് സലീം, റോബിൻ, അതുപോലെ ജാസ്മിൻ, മൂസ, അവരുടെ ഒരു സീസൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സീസണുകളൊക്കെ ഏകദേശം കൊള്ളാം, കുഴപ്പമില്ല. അത് സീസൺ 2 വന്നപ്പോഴത്തേക്കും കുറച്ച് ആർട്ടിസ്റ്റുകൾ വന്നെങ്കിലും അത് കൊറോണയുടെ ഇത് വെച്ചിട്ട് പകുതി വെച്ചിട്ട് പോയി. രജിത് കുമാറിന്റെ സീസൺ ഓർക്കാൻ പറ്റുന്ന സീസണുകൾ തന്നെയാണ് എല്ലാം. പക്ഷെ എൻ്റെ ഇഷ്ടത്തിനെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സീസൺ 3 ഫിറോസിക്ക, ഇത് ഭാഗ്യലക്ഷ്മി ചേച്ചി, ഡിംപൽ പാൽ, ഇവരുടെയൊക്കെ മണിക്കുട്ടൻ്റെയൊക്കെ സീസൺ, അത് ഒരു സീസൺ നമുക്കിങ്ങനെ നോർമലി കാണാം എന്നുള്ളത് തന്നെയാണ് എനിക്ക്. അത്രേ ഉള്ളൂ. ഈ സീസൺ 5 എനിക്ക് കുറച്ചുകൂടെ പിന്നെയും കുറച്ച് എന്താ പറയാ, നല്ല ഗെയിമർ ഉണ്ടായിരുന്ന ഒരു സീസൺ 5 അഖിൽ മാരാർ നല്ലൊരു ഗെയിമർ ആയിരുന്നു. അപ്പൊ ഗെയിമിനെ വെച്ചിട്ട് നല്ലൊരു സീസൺ ഗെയിമർ എന്ന രീതിയിൽ. പിന്നെ എനിക്ക് സാബു ചേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമറായിട്ട് കാണുന്ന ആള് അഖിൽ മാരാറായിരുന്നു. എനിക്ക് സാബുമോൻ തന്നെയായിരുന്നു എനിക്ക് എപ്പോഴും ഒന്നാമതായിട്ടുള്ള ആള്. അത് കഴിഞ്ഞൊരു ഗെയിമറെ കണ്ടത് ഞാൻ അഖിൽ മാരാറായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ സീസൺ 6 ഇത് ഈ ഫയർ ആയിട്ടുള്ള 1-2 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അതിൽ ഒന്ന് ജാസ്മിൻ ജാഫർ, ജാസ്മിൻ മൂസ, ഇവരൊക്കെ. പിന്നെ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു ലേഡി കണ്ടസ്റ്റൻസ് ഒന്നും എനിക്ക് എൻ്റെ മനസ്സിൽ തറഞ്ഞൊന്നും നിൽക്കുന്നില്ല. പിന്നെ ഇപ്പൊ സീസൺ 7 എടുത്ത് നോക്കുമ്പോഴത്തേക്കും പുരുഷന്മാരെ മനസ്സിൽ തറക്കില്ലേ? അല്ല, തറയ്ക്കാനല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ഇവിടെ ഒരു പൊതു ഇതുണ്ടല്ലോ, എപ്പോഴും കുറെ വിന്നേഴ്സും പുരുഷന്മാരല്ലേ. ആകെ സീസൺ 4 ദിൽഷ മാത്രമാണല്ലോ ജയിച്ചത്. സീസൺ 7 ഒരു സ്ത്രീ ആവട്ടെ സീസൺ 7 സ്പെഷ്യൽ ആണല്ലോ. സനയെ സംബന്ധിച്ചിടത്തോളം ആദില നൂറനെ എനിക്ക് തോന്നുന്നു എല്ലാ ബാക്ക് സപ്പോർട്ടും സനയാണ്. അവരുടെ ബർത്ത്ഡേ വിഷിന് വരെ സനയാണ് വന്നത്. അപ്പോ എങ്ങനെ കാണുന്നത് അവരുടെ ഗെയിം? എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവർ 3 വർഷമായിട്ട് എനിക്ക് അറിയുന്നതാണ്. അവര് സൗദിയിൽ നിന്ന് വന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വന്ന് പെടുന്നതും ആദില നസ്രിൻ വേഴ്സസ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹേബിയസ് കോർപ്പസ് വഴി കോടതിയിൽ പോയാണ് നൂറയെ സ്വന്തമാക്കുന്നതൊക്കെ. ഒരുപാട് ഫൈറ്റ് ചെയ്താണ്. എന്താണ് LGBTQ വേണ്ടിയിട്ട് ആദില നൂറ ചെയ്തതെന്ന് നെവിൻ അതിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട്. നെവിൻ മനസ്സിലാക്കാനുള്ള സാധനം ആദില നസ്രിൻ വേഴ്സസ് കമ്മീഷണർ ഓഫ് പോലീസ് ഹേബിയസ് കോർപ്പസ് വഴി ഹൈക്കോടതിയില് സ്വന്തം പാർട്ട്ണറുടെ കൂടെ ജീവിക്കാൻ റൈറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി അവർക്ക് സാങ്ഷൻ കൊടുത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത്. അതൊരു വലിയ ഫൈറ്റിംഗ് ആണ്. ആദില നസ്രിനാണ്, ഇപ്പൊ നൂറയാണ് ഒരുപാട് ആൾക്കാർ ഫാൻസ് ആയിട്ട് ഉള്ളത്. പക്ഷെ ആദില നസ്രിനാണ് ഭയങ്കരമായ ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് ശരിക്കും. കാരണം നൂറയുടെ ആയാലും ആദിലയുടെ ആയാലും ഫാമിലീസ് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ ഒരു രീതിയിലും അംഗീകരിക്കുന്ന, ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു കുടുംബമല്ല, പ്രത്യേകിച്ച് 2 മുസ്ലിം പെൺകുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് സാധിക്കാത്തത് കൊണ്ടിട്ടല്ല, ആദിലയ്ക്കായിരുന്നു അന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. അതുകൊണ്ടിട്ട് ആദില അത് ചെയ്തു. നൂറയാണ് പുറത്തിറങ്ങിയെങ്കിൽ അവള് ചെയ്തന്നായിരുന്നു. 2 പേർക്ക് ഒരേ ഇതുണ്ട്. എന്നാൽ പോലും കുറച്ച് സ്ട്രോങ് ആയിട്ട്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സെയിം സെക്സ് മാരേജ് ആക്ട് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ റെപ്രസെന്റേഷൻ പോയിട്ടുള്ള 2 പെൺകുട്ടികൾ ഇവരാണ്.
സെയിം സെക്സ് മാരേജിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും അവർ ഫൈറ്റേഴ്സാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും സമൂഹം അറിഞ്ഞുള്ള വിവാഹം നടത്തി കല്യാണം നടത്തി ഭാര്യമാരായിട്ട് ജീവിക്കണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. സോനു, നികേഷ്, ഇവരൊക്കെ ഫൈറ്റേഴ്സാണ്, ഗേ കപ്പിൾസാണ് അവർ. അതുപോലെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സപ്പോർട്ടറാണ്. ഇപ്പം ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതലേ അവരുടെ ഇൻ്റർവ്യൂ സമയം മുതൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇതിനു മുമ്പും കുറേ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ വന്നപ്പോഴും അവർക്കൊപ്പം നിന്ന ഒരാളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് പ്രത്യേകിച്ച് വേറെ അവരുടെ പേഴ്സണൽ സർക്കിളിൽ അവർ രണ്ടുപേരുടെയും ലവും സ്നേഹവും അതിലപ്പുറത്തേക്ക് വേറെ ഫ്രണ്ട്സൊന്നുമില്ല. ആകെ ഉള്ളത് ജീവിത എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. എപ്പോഴും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി സേലത്തുള്ള ഒരു തമിഴ് കുട്ടിയാണ്. അതിന് എപ്പോഴും എൻ്റെ കൂടെയൊക്കെ എല്ലാ വീഡിയോസിൻ്റെ അകത്തും ഇരിക്കുന്നത് ആ കുട്ടിയാണ്. അപ്പം അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. പക്ഷെ ഇന്നിപ്പം അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കിടന്ന് ആഗ്രഹിക്കുന്നതും ഈ സിസ്റ്റർ സിബ്ലിങ്സിനെ കാണണമെന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരിൽ കുറച്ച് ആൾക്കാരടുത്ത് സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏത് റിലേഷനിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നില്ല ഞാൻ, കാരണം അവർക്ക് വെളിയിൽ വരാൻ പറ്റത്തില്ല. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഇപ്പൊ എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ആദില നൂറയുടെ കേസ് ഒരുപാട് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ജെന്യുവിനിറ്റി ഫീൽ ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ്. അവര് ഒട്ടും ഫേക്ക് ഇല്ലാതെ അവരെന്താണോ അതേപോലെ നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടുണ്ടോ. അപ്പോൾ ഇവരുടെ ഇത് അറിയാൻ കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. എനിക്കിപ്പോ കേട്ടപ്പോ താല്പര്യം തോന്നി. ഇപ്പൊ അവരായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ബന്ധപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്, ബന്ധപ്പെടുന്നുണ്ട് കുറച്ച് ആളുകൾ. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല എനിക്ക്. കാരണം ഒന്ന് പാരന്റ്സിനോട് ഒരു രീതിയിലും ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പാരന്റ്സ് ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യില്ല. രണ്ടുപേരുടെയും പാരന്റ്സ്. പിന്നെ പ്രത്യേകമായിട്ട് ഇപ്പം ആദിലായാലും നൂറയായാലും പറഞ്ഞിട്ടുള്ളത്, നൂറയുടെ ഉമ്മായെയോ ആദിലന്റെ ഫാദറിനെയോ ഒരു രീതിയിലും വിളിക്കരുത്, കോണ്ടാക്ട് ചെയ്യരുത്. കാരണം അവർക്ക് പ്രശ്നം ഇവരോടാണ്. അതുകൊണ്ടിട്ട് അത് അവർ തന്നെ പബ്ലിക്കിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, അവർ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള സിബ്ലിങ്സ്, അനിയത്തി, ഇപ്പം നൂറയുടെ വാപ്പ ആയാലും അനിയത്തിമാരെയും ഭയങ്കര ഇഷ്ടമാണ്. ഒരു അനിയനുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് അവളുടെ ഉമ്മായെയും അനിയത്തിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ വരണമെന്നും അവരെ കാണണമെന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് സംസാരിച്ചിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു, ചേച്ചി അന്ന് സീസൺ 5 നാദ്ര ചേച്ചിയുടെ ഉമ്മായൊക്കെ സിസ്റ്റർ വന്നിരുന്നില്ലേ. അപ്പോൾ നമ്മൾ കുറേ എഫേർട്ട് എടുത്തിരുന്നു ഇത് നാദ്രയുടെ സിസ്റ്ററെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ എഫേർട്ട് സക്സസ് ആയി ശരിക്കും. അന്ന് അവളുടെ ഫാദർ ഈ പറഞ്ഞതുപോലെ ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ അവളുടെയും കൂടെ ജീവിതം കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ പറയണത് കേൾക്കാൻ അവർ തയ്യാറാവുകയും ആ വാപ്പായും ഉമ്മായും നാദ്രേനെ ഉൾക്കൊള്ളുകയും നാദ്രയ്ക്ക് വേണ്ടിയിട്ട് സഹോദരിയെ അതിൻ്റെ ഉള്ളിലേക്ക് അയക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഭയങ്കര നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കുട്ടികൾ കരുതുന്നത് അപ്പൊ ദിയ ചേച്ചിയെടുത്ത് സംസാരിച്ചാൽ എങ്ങനെയെങ്കിലും പാരൻസിനെ അവരെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും ഞാൻ വളരെ സ്നേഹത്തോടെ ആദിലയുടെയും നൂറയുടെയും പാരൻസിനോട് പറയാണ്. ആദിലയുടെ ഉമ്മയുടെ അടുത്തും സിസ്റ്ററിനോടും അതുപോലെ നൂറയുടെ വാപ്പാടെ അടുത്തും സിസ്റ്റേഴ്സിനോടും ബ്രദറിനോടും പറയുന്നതാണ്, അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം അവർ ജീവിക്കാൻ വേണ്ടി സ്നേഹിച്ച് 2 മണിമുത്തുകളാണ് അവർ ജീവിക്കുകയാണ്. അവർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര സഹകരണ മനോഭാവമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ്സും അവർ തന്നെയായിരിക്കും. സമൂഹത്തിനെയോ നാട്ടുകാരെയോ അല്ല ഇതാക്കി ജീവിക്കേണ്ടത്. അവരുടെ സ്നേഹം മനസ്സിലാക്കി അവരെങ്ങനെയോ അവർ ജീവിക്കട്ടെ. ഒരുപാട് മനുഷ്യർ ഇന്ന് കാണുന്ന കേരളത്തിലെ ഒരുവിധം മനുഷ്യരും ആ കുട്ടികളുടെ സെക്ഷുവാലിറ്റിയെ മറന്നേ പോയി. അവരുടെ സ്വഭാവം കൊണ്ട് അവരെ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. അപ്പം അതുപോലെ നിങ്ങൾ വളർത്തിയ മക്കളാണ്. അപ്പം നിങ്ങൾ വളർത്തിയ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി തന്നെയാണുള്ളത്. അവർ അതോടെ തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സെക്ഷുവാലിറ്റിയിൽ 2 പാർട്ട്നേഴ്സ് ഒരുമിച്ച് അവർക്ക് ജീവിക്കണമെന്ന് തോന്നി 2 പെൺകുട്ടികൾക്ക്. അങ്ങനെ അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വരണമെന്നുള്ളൊരു റിക്വസ്റ്റാണ്. അത് എനിക്ക് മനസ്സിലാവും ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. പക്ഷേ എന്നാലും നമ്മളെ മക്കളെ നമ്മളല്ലേ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അവരോട് എനിക്ക് അത്രയും സ്നേഹത്തിൽ എനിക്കിത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ നമ്മൾ അവരെ കാണുന്നുള്ളൂ. അതിലെ നൂറയാണ് കാണുന്നത്. അവരെ കണ്ടാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സന പറഞ്ഞ പോലെ തന്നെ
ഇങ്ങനെയുള്ള അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരെന്താണ് അതിനെ കുറിച്ചിട്ടൊന്നും ജനങ്ങളോ കാണുന്നവരോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ വന്നവര് തന്നെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകൾ വരെ ആ ഷോയില് തുറന്നു വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോകെ പോകെ അവർക്കും പ്രിയപ്പെട്ടവരായി മാറി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് പ്രേക്ഷകർ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് നൂറ് ഇങ്ങനെ സിബ്ലിങ്സിന്റെ കാര്യം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു രംഗം ഇപ്പൊ സീസൺ 7 നടക്കുന്നതിൽ എൻ്റെ മനസ്സ് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നൂറ പറഞ്ഞ സിബ്ലിങ്സ് എല്ലാവരായിട്ട് ഒരുമിച്ച് ആ ഒരു കാണുന്ന ഞങ്ങള് ടോപ്പ് 5 ഒരു ആളായിട്ട് വരും, ചിലപ്പോൾ നൂറയോ ആദിലയോ വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിക്കും ഈ ഫാമിലി റൗണ്ട് പോലെ ഒരു സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാനോ ജീവിയോ ഒന്നും പോകുന്നത് കൊണ്ടിട്ട് അവർക്ക് വലിയ സർപ്രൈസിങ് ഒന്നുമില്ല. അവരുടെ ഫേസ് ഒക്കെ ഇങ്ങനെ ഡള്ളായി പോകുമോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ തന്നെ ഉള്ളൂ. അപ്പം വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പൊ അതിങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ഇപ്പൊ നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഓ ദിയ ചേച്ചി അല്ലെങ്കിൽ ജീവി ഇവർ ആ ഒരു ഇത് തന്നെ ആയിരിക്കും. അപ്പൊ വീട്ടുകാർ ഇതുവരെ ഇതാക്കിയിട്ടില്ല, സെൻസ് ചെയ്യില്ല, കാരണം അവരൊന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ അതേസമയം സിബ്ലിങ്സ് ആരെങ്കിലും ആണ്, ഇപ്പം നൂറയുടെ സിസ്റ്റർ ഉണ്ട് മിന്നു, അവരാരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഫേസിന്റെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവര് ഭയങ്കര സംഭവിക്കട്ടെ എന്തായാലും. അപ്പൊ എല്ലാരും ഒന്ന് അതിന് വേണ്ടിട്ട് എല്ലാരും ഇപ്പൊ പ്രാർത്ഥനകൾ ഒരുപാട് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വരുന്ന എന്റെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ആയിക്കോട്ടെ, എന്നെ ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ആ കുട്ടിക്ക് ഞങ്ങൾ അച്ഛനും അമ്മയും ആയിക്കോളാം, ഞങ്ങൾ ആ കുട്ടികളെ എടുത്തോളാം, അവർക്ക് ആ പാരൻസ് ഇല്ലെന്ന് വിഷമിക്കല്ലേ, ഞാൻ സിസ്റ്റർ ആവാം, ഞാൻ ബ്രദർ ആവാം, ഞാൻ അമ്മയാകാം, ഞാൻ അച്ഛനാകാം. അതായത് എവിടെ വേണമെങ്കിലും ഇന്ന് ഞാൻ അതാ വീണ്ടും പാരൻസിനോട് എവിടെ വേണമെങ്കിലും ആദിലയ്ക്കും നൂറയ്ക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വീട്ടിലും കയറി ചെല്ലാൻ പറ്റും. അവരെ വാം വെൽക്കം ചെയ്യും. അത്ര ഇതാണ്. എനിക്ക് ഈ അടുത്ത സമയത്ത് ശൈത്യ ഔട്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോഴ് ശൈത്യയുടെ ചെവിയിൽ വന്ന് നമുക്ക് ട്രിപ്പ് പോകണം കേട്ടോ, അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും പറയണേ എന്ന് അതിൽ ചെവിയിൽ പറയാണ്. അപ്പം ഈ സാധനം ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ശൈത്യ വെളിയിൽ വന്നപ്പോൾ ശൈത്യനെ ഞാൻ ഫോൺ ചെയ്തു. ശൈത്യനെ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ അമ്മയും അച്ഛനും അവരെ അക്സെപ്റ്റ് ചെയ്യോ, ഇങ്ങനെ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യയുടെ അമ്മ പറയുന്നുണ്ട്, അയ്യോ മക്കളെ, ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ നോക്കണം മക്കളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ വേറെ ഒന്നും ചിന്തിക്കില്ല മക്കളെ, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറയല്ലേ, നിങ്ങൾ അങ്ങനെ പറയില്ലേ, എനിക്ക് അത്ര ഇഷ്ടമാണ്. കാരണം ശൈത്യയുടെ അമ്മയ്ക്കൊക്കെ അവളെ പോലെ ശൈത്യനെ പോലെ അങ്ങ് ഇഷ്ടമായി ശരിക്കും. സരിക ചേച്ചി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ നിങ്ങളെ സ്നേഹം കാണുമ്പോൾ ഇവിടെ പുരുഷനും സ്ത്രീയും എന്തോരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും കാണുമ്പോഴത്തേക്കും അസൂയ വരണമെന്ന് പറയുന്നൊരു ഒരു ഇതൊക്കെയുണ്ട്. അതൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സരിക ചേച്ചിയൊന്നും ഇങ്ങനെയുള്ള മനുഷ്യരധികം കണ്ടിട്ട് കൂടിയില്ല. അങ്ങനെ യാഥാസ്ഥിതിക ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് അത് ഭയങ്കര ഇതാണ്. അതുപോലെ ഈ മുൻഷി രഞ്ജിത്തേട്ടനൊക്കെ പൂമ്പാറ്റകൾ എന്നാണ് പേരിട്ട്, ആ പൂമ്പാറ്റ പേരൊക്കെ ഇട്ട രഞ്ജിത്തേട്ടനൊക്കെയാണ്. അത് അവരൊക്കെ യാഥാസ്ഥിതിക സ്പേസിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരൊക്കെ മാറ്റി ചിന്തിക്കുന്നു, ഹൗസിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇതാണ്. ഈ അടുത്ത സമയത്ത് മറ്റേ വൈൽഡ് കാർഡ് എൻട്രിയിൽ മാത്രമേ അത്തരം അവരുടെ ജെൻഡർ സെക്ഷുവാലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല സംഭവിക്കട്ടെ എന്തായാലും. ഒരാളെ കുറിച്ച് കൂടി ഞാൻ ബിഗ് ബോസിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം സനയൊക്കെ ഇതിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളുകളായത് കൊണ്ടൊക്കെയാണ് ഈ അടുത്ത് ഇപ്പൊ അപ്പാനി ശരത്ത് കൊണ്ട് മസ്താനി പറഞ്ഞ ഡയലോഗ്. അപ്പൊ ഇതൊക്കെ ഗെയിം ആണെങ്കിലും അതൊക്കെ അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണണം? അങ്ങനെയുള്ള മസ്താനി പറഞ്ഞൊരു അപ്പാനി ശരത്തിനെ കൊണ്ട് എന്നെ തല്ലിക്കണം, ഇതാണ് മസ്താനി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് സാബുമാൻ എന്ന് പറയുന്ന പയ്യനോട് പറയാണ്, എടാ നീ ചെന്ന് അപ്പാനീനെ കൊണ്ട് എന്നെ തല്ലിക്കണം, നീ അപ്പാനിനോട് ചെന്ന് പറയണം നിങ്ങൾ ഇവളെ ഒന്ന് അടിച്ചിട്ട് പോയാൽ വെളിയിൽ രാജാവാണെന്ന് പറയണം. അപ്പൊ അയാൾ വന്ന് അടിക്കും. ഒരു തല്ല് കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് അയാൾ ഇവിടുന്ന് പുറത്താക്കിയാൽ മതി. ഞാൻ അതിനെ നോക്കി കാണുന്നത് എങ്ങനെയെന്നറിയാവോ, ഇവിടെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ചില കേസുകൾ കൊടുക്കുന്ന പെണ്ണുങ്ങളെ പറ്റിയിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എല്ലായിടത്തും പ്രശ്നക്കാരുണ്ട്, പെണ്ണുങ്ങളും തെറ്റുകാരായിട്ടുള്ളവരുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ മസ്താനിയെ പോലുള്ള പെണ്ണുങ്ങൾ. അതായത് ഈ കേസും, അതായത് എന്നെ കൊണ്ട് തല്ലിക്കണം എന്നിട്ട് അവനെ പുറത്താക്കണം എന്ന് പറയും പോലെ ഞാൻ അവനുമായിട്ട് റിലേഷൻഷിപ്പിലാവാം, എന്നിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. എങ്ങനെ ഇരിക്കുന്നു?
രണ്ടും ഒരുപോലെ അല്ലേ? ഇത് ഗെയിം എങ്ങനെയാണ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഒരാളെ ഔട്ടാക്കണം എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ, ഒരാളെ ഔട്ടാക്കണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന മെന്റാലിറ്റിയെ പറ്റി നോക്കൂ. ആ മെന്റാലിറ്റി ഉള്ളവരല്ലേ ഒരു അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ്. അതായത് എല്ലാ സ്ത്രീകളെയും പറയിപ്പിക്കുന്നത് അങ്ങനെയുള്ള സ്ത്രീകളാ. അതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അല്ലേ? അതായത് കൺസെന്റ് റിലേഷനിലായിട്ട് ഇപ്പൊ എല്ലാരും പറയേ നീ തന്നെ ചോദിച്ച് നീ തന്നെ ഇതുണ്ടാക്കിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ല, ഞാനങ്ങനെ സനക്ക് ബിഗ് ബോസിൽ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത എനിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് വളരെ നല്ല ഒരു ഇതായിട്ടൊക്കെ ഉള്ള ഒരു കൊച്ചായിരുന്നു. പക്ഷേ ഇത്രയും വിഷമുള്ള വൃത്തികെട്ട ഒരു പെൺകൊച്ച്, ഞാൻ എന്നെ ഇരുത്തിക്കൊണ്ട് പറയുന്നത്. ഞാൻ തന്നെ എന്നെ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ എന്തൊക്കെ പറയാൻ എടുക്കണമെന്ന്. പക്ഷെ എൻ്റെ പൊന്നെ, എനിക്ക് ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ ഈ അപ്പാനിയുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ആ റെനയുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ബിന്നിയുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ബിന്നിയുടെ ഭർത്താവൊക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ് ജീവിക്കുന്നത്. അയ്യോ, എല്ലാവരും പേഴ്സണൽ ലൈഫൊക്കെ എടുത്തിട്ട് ഒരുമാതിരി തേർഡ് റേറ്റ് പെണ്ണുങ്ങൾ. ആക്ച്വലി ആ പെണ്ണിനൊക്കെ ശരിക്കും വേണ്ടിയിരുന്നത് ഞാനാണല്ലേ. ഉറപ്പായിട്ടും ബിഗ് ബോസിലേക്ക് ഒരു ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയും ഞങ്ങളെയൊക്കെ വന്നിട്ട് എന്റെ പേഴ്സണൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇമാതിരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും. അത് വേറെ അല്ല. അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ അങ്ങനെയൊന്നും പെണ്ണുങ്ങളാവാൻ പാടില്ല. അവർക്ക് ബോൾഡ് ആവാം, അവർ ആക്റ്റീവ് ആയിക്കോട്ടെ, അവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചോട്ടെ. എന്താ അനു കളിക്കുന്ന ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അതാണ് ഗെയിം. അത് ഗെയിമാ, എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഗെയിമാ. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഇപ്പൊ ആദിലയും നൂറയും ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ബിഗ് ബോസില് ഏറ്റവും നല്ല ഗെയിമർ എന്ന് തോന്നിയേക്കുന്നത് ആരെയാണ്? ഗെയിമർ ഇത് എന്താ പറയാ, അനീഷ്, അക്ബർ, അനുമോള് ഗെയിമേഴ്സ് തന്നെയാണ്. മൂന്ന് വെറൈറ്റി ഗെയിമേഴ്സ്. എനിക്കും അത് തന്നെ തോന്നിയിരിക്കുന്നത്, ചോദിച്ചെന്നുള്ളൂ. അപ്പോ സന്തോഷം. ബിഗ് ബോസ് സീസൺ 1 വന്ന ആളെന്നുള്ള നിലയിൽ ബിഗ് ബോസിലേക്ക് പോയെന്നേ ഉള്ളൂ നമ്മള്. അപ്പൊ ഇനി എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ച് സമയം നമ്മള് സംസാരിച്ച് തീർന്ന, ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല ചോദ്യങ്ങളൊന്നും ചോദിച്ചത്. അതെ. അപ്പോ നമ്മള് ഈ പറയുന്ന പോലെ സനേനെ ഒന്ന് വിജയിക്കാനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും കുറച്ച് സമയം നമ്മളോടൊപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പങ്കെടുത്തതിന്, കുറച്ച് സമയം തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും സനയുടെ പ്രവർത്തന മേഖലകളെല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മുമ്പിൽ കാണുന്ന ആളല്ല പുറകില് എന്ന് പറയുന്ന പോലെ തന്നെ പ്രവർത്തന മേഖലകളിൽ ശക്തയായി തന്നെ നിൽക്കുക. പ്രതിസന്ധികൾ, അതായത് ഇത്ര മൈനോറിറ്റി പാവപ്പെട്ട മനുഷ്യർക്കൊപ്പമൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഞാൻ ചെയ്യുന്ന എൻ്റെ ആക്ടിവിറ്റികൾ, മറ്റു കാര്യങ്ങളെ വെച്ചിട്ട് എന്നെ അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. അത് എൻ്റെ ശരികളാണ്. പക്ഷേ എനിക്ക് ഒരുപാട് മനുഷ്യർ എൻ്റെ ചുറ്റിലുണ്ട്. അത് ആരോരും ഇല്ലാത്ത മനുഷ്യരാണ്. അവർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യർ എന്നെ മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പേർക്ക് ആശ്വാസമാവാൻ സാധിക്കട്ടെ. ഒരുപാട് പേർക്ക് എന്താ പറയാ, എല്ലാം കൊണ്ടും കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത അതിഥിയായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.